ഹലോ. പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് എക്സാമിന് ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായി നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻ എന്നറിയാൻ നമുക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ ചാനലിലൂടെ ഇപ്പം മാരത്തോൺ MCQs പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മോഡ്യൂളിൽ നിന്നും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരുപാട് പേര് അത് കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ സന്തോഷം. നമ്മുടെ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിറ്റിയിലും നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട്. അതിനകത്ത് തന്നെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതായത് സ്റ്റുഡൻസ് തന്നെ അവരുടെ ഡൗട്ട്സ് ഷെയർ ചെയ്തും ക്ലിയർ ചെയ്തും ഒക്കെ പഠിക്കുന്നത് കാണുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് അതിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഇന്ററാക്ഷനും പഠനവും ഒക്കെ നടക്കുന്നു എന്ന് അറിയുന്നതിൽ. ഓക്കെ, സോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ അവരുടെ പേഴ്സണൽ മെന്ററിങ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരെയും വിളിക്കും. അപ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ളത് ഓരോ സ്റ്റോറീസ് ആണ്. അപ്പോൾ അതിൽ എനിക്ക് ചില കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. കുറച്ചു പേരെങ്കിലും കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി ആദ്യം മുതലേ പഠിക്കുന്നവരുണ്ട്. നമ്മൾ കൊടുക്കുന്ന എല്ലാ ടെസ്റ്റും കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ടൈമിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഹാറ്റ്സ് ഓഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരാണ്. നല്ലൊരു റാങ്കിൽ അവർ വരട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇതല്ലാതെ കുറെ പേർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ പല സാഹചര്യം കൊണ്ടും ഇപ്പോഴും പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല, പഠിച്ചെത്തിയിട്ടില്ല, ഇനിയും സിലബസ് കവർ ചെയ്യാനുണ്ട്, ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. പല കാര്യങ്ങളുണ്ട്. ഇപ്പം വീട്ടിൽ ചെറിയ കുട്ടികളുള്ളവരുണ്ട്, വേറെ ജോലി ചെയ്തിട്ട് ഉള്ള സമയം വെച്ച് പഠിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നവരുണ്ട്. വേറെ കുറച്ചു പേർക്ക് ചില ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ട് പഠിക്കാൻ പറ്റാതില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്ന് ഒരു വിഷമത്തോടു കൂടി നമ്മളോട് പറഞ്ഞ കുറച്ചു പേരുണ്ട്. പിന്നെ ഉള്ള കുറച്ചു പേര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അവരങ്ങനെ നമ്മൾ കൊടുക്കുന്ന സ്റ്റഡി ഗോൾ അനുസരിച്ച് പഠിക്കുന്നൊന്നുമില്ല. അവർക്ക് വേണ്ട പോർഷൻസ് എടുത്ത് പഠിക്കുന്നവരാണ്. ലാസ്റ്റ് മിനിറ്റ് കുറെ അധികം MCQസും ടെസ്റ്റും മാത്രം ചെയ്തിട്ട് എക്സാമിന് പോവാം എന്ന് വിചാരിക്കുന്ന കുറച്ചു പേരുണ്ട്. അതില് ഓൾറെഡി കോളേജസിൽ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് സബ്ജക്ട് നോളജ് ഉണ്ട്. ബാക്കി ഇനി എക്സാം ടൈം വരുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അതിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത എല്ലാ മെറ്റീരിയൽസും കവർ ചെയ്ത് പോവാത്ത കുറച്ച് കാറ്റഗറി ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എക്സാം എഴുതാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് കുറച്ച് ടെസ്റ്റുകൾ മാത്രം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ചു പേരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണ് എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതില് വിഷമിച്ചിരിക്കുന്ന, അതായത് കൃത്യമായി നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സിലബസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവര് വിഷമിച്ചിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഒരാഴ്ചയാണ് കയ്യിലുള്ളത്. എനിക്ക് പറയാനുള്ളത്, പുതിയ കുറെ ടോപ്പിക്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ വെറുതെ കുറെ നമ്മൾ കുത്തി നിറച്ച് പോയത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമ്മള് ഡേ ബിഫോർ എക്സാം നമ്മൾ കുറെ പുതിയ കാര്യങ്ങൾ പഠിച്ചു, പുതിയ കുറെ ഫോർമുലാസ് പഠിച്ചു. ഇതുവരെ നമ്മൾ വായിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയാലും എക്സാമിന് ചിലപ്പോൾ നമുക്കത് ഓർമ്മ വരണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുടെ പുറകെ ഇനി പോവാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. ഈ റിവിഷൻ എന്ന് പറയുന്നത് അത് ഒരു ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമുക്ക് അത് റിമെമ്പർ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം. ചിലപ്പോൾ അത് ചെയ്തു പോവാത്ത കാരണം നമുക്ക് നന്നായി അറിയുന്ന കാര്യമാണെങ്കിലും കൺഫ്യൂഷൻ വരും. ഇപ്പൊ നമുക്ക് ഇത് ഒബ്ജക്റ്റീവ് എക്സാം അല്ലെ, നമ്മൾ എഴുതുന്ന സ്റ്റെപ്സിനൊന്നും ഇവിടെ മാർക്കില്ല. അപ്പൊ അത്രയും നമുക്ക് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഉത്തരം അറിയണം. ഓപ്ഷൻസ് പലതും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് കൂടിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാനായിട്ട് സാധിക്കണം. അതിന് റിവിഷൻ മസ്റ്റ് ആണ്. അപ്പൊ ഇനിയുള്ള ഒരാഴ്ച നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ കൃത്യമായ സ്റ്റഡി പ്ലാനിൽ പോകുന്നവർക്ക് ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഇപ്പൊ റിവിഷനുള്ള ടൈം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഏകദേശം 10ഓളം മോഡൽ എക്സാംസ് കൊടുത്തിട്ടുണ്ട്. അത് 100 മാർക്കിന് നിങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതുന്നോ ആ പാറ്റേണിലുള്ള മോഡൽ എക്സാംസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അത് ചെയ്യാണ്. അല്ലാതെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ റിവിഷൻ ചെയ്യാൻ ഈ സമയം വിനിയോഗിക്കാം. ഓക്കെ, അല്ലാതെ നമ്മൾ പരാതി പറഞ്ഞിരുന്ന് നമ്മൾ പഠിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. ഇനിയുള്ള സമയം യൂട്ടിലൈസ് ചെയ്യാം.
പിന്നെ ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസുകളാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ടെസ്റ്റും കൊടുക്കുമ്പോൾ പറയുന്നതാണ് നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യൂ, നിങ്ങൾക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് അതിനകത്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ചെറിയൊരു ശതമാനമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇനിയും ടെസ്റ്റ് സീരീസിൽ ഇനിയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്യാൻ നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. കാരണം മോഡ്യൂൾ വൈസ് ആയിട്ടും സബ്ജക്ട് വൈസ് ആയിട്ടും മോഡൽ എക്സാമുകളായിട്ടും നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ അതിനകത്ത് തന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ ഇതിനൊക്കെയുള്ള നല്ലൊരു പ്രാക്ടീസാണ്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ റിവിഷൻ ചെയ്യുക, ടെസ്റ്റ് സീരീസുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മൾ മോഡ്യൂൾ ഹൈലൈറ്റ്സ് തന്നിട്ടുണ്ട്. ഓരോ മോഡ്യൂളിലും പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പോയിന്റ് വെച്ച് നമ്മൾ തന്നിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലും കൂടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പോലും നമ്മളത് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് നമ്മളത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന റിസോഴ്സസ് കളക്ട് ചെയ്ത് റിവിഷനും ടെസ്റ്റുകൾക്കുമായിട്ട് ഇനി സമയം വിനിയോഗിക്കുക. പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു ദിവസം, ആ മണിക്കൂറുകളിൽ നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. 1-2 വർഷം ഇരുന്ന് പഠിച്ചു, അല്ലെങ്കിൽ 6 മാസം പഠിച്ചു, സിലബസ് വന്നതിന് ശേഷം ക്രാഷ് കോഴ്സ് എടുത്ത് 3 മാസം പഠിച്ചു, അതിലൊന്നുമല്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് വേണം, കോൺഫിഡൻസ് വേണം, ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ കഴിയണം. അതിനപ്പുറം നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനും കൃത്യമായി എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം, കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിലൊക്കെ നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കണം. വീണ്ടും ഞാൻ പറയാണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അവസാനം ഉത്തരം കിട്ടാൻ നമുക്ക് അറിയുന്ന ചോദ്യം പോലും എഴുതാൻ പറ്റാതെ ഇരിക്കരുത്. അതേപോലെ നിർബന്ധമായിട്ടും 100 ചോദ്യവും കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം നമ്മൾ കുറെ ചോദ്യങ്ങൾ ഒരു 70-75 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാക്കരുത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 100 ചോദ്യങ്ങളും നിങ്ങൾ കണ്ടു എന്ന് ഉറപ്പ് വരുത്തണം. അതിനുള്ള ടൈം മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റോങ് ആൻസേഴ്സ്. നമ്മൾ കറക്കി കുത്തി ആൻസർ എഴുതി കിട്ടിയ മാർക്കുകൾ നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഓരോ പരീക്ഷയുടെ മുന്നും പറയാറുള്ളതാണ്, നമ്മൾ ചാൻസ് എടുക്കേണ്ടത്, ഒരു ചോദ്യം വായിച്ചു, നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും 2 ഓപ്ഷനിൽ ഇതാണോ അതാണോ എന്ന് അങ്ങനെയുള്ള ടൈമിൽ മാത്രം നിങ്ങൾ ചാൻസ് എടുക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിനെപ്പറ്റി നമുക്ക് ഒന്നും അറിയില്ല, അതിൽ തന്ന 4 ഓപ്ഷനിൽ ഏതാണ് ഉത്തരമാവാൻ സാധ്യത എന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ പോയിട്ട് വെറുതെ ഏതെങ്കിലും ആൻസർ എഴുതി നമ്മൾ കുറെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഇപ്പൊ 100ൽ ഞാൻ 80 എണ്ണം ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ചിലപ്പോൾ എക്സാം ടഫായിരിക്കും, എല്ലാവർക്കും ടഫായിരിക്കും, കട്ട് ഓഫ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ആൻസർ എഴുതുന്ന നമ്പറിലല്ല, അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിലേ കാര്യമുള്ളൂ. നെഗറ്റീവ് മാർക്ക് അടിച്ച് ഉള്ള മാർക്ക് പോയി നമ്മൾ റാങ്കിൽ പുറകിൽ വരരുത്. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ, ടെസ്റ്റ് സീരീസ്, പിന്നെ നമ്മുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അനാവശ്യമായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളും എടുത്തു വെക്കാതിരിക്കുക, ഹെൽത്ത് ശ്രദ്ധിക്കുക, എക്സാം നല്ല രീതിയിൽ എഴുതുക. കാരണം പല ഉദ്യോഗാർത്ഥികളും വളരെയധികം വർഷം കാത്തിരുന്ന് എഴുതാൻ പോകുന്ന ഒരു പരീക്ഷ കൂടെയാണ് ഇത് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ എല്ലാം കൊണ്ടും, അതായത് പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഈ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.